2024 ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. പുരസ്കാരം സാഹിത്യമേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച്. വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യ എഴുത്തുകാരൻ. +2 പരീക്ഷയിലെ ചോദ്യക്കടലാസുകളിൽ അക്ഷരത്തെറ്റുണ്ടായതിൽ അന്വേഷണം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി. ഏത് ഘട്ടത്തിലാണ് അശ്രദ്ധ ഉണ്ടായതെന്ന് കണ്ടെത്തും. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നടപടിയെന്നും മന്ത്രി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 8 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. നാളെ മലപ്പുറം, വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. സമരം കടുപ്പിക്കാൻ ഉറച്ച് ആശാപ്രവർത്തകർ. 24-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം നടത്തും. ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം തുടരുന്നു. സമരം ചെയ്യുന്നവരുടെ ആരോഗ്യനിലയിൽ ആശങ്ക. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരെ രാഷ്ട്രപതിയെ കാണാൻ മുഖ്യമന്ത്രിമാർ. തീരുമാനം ചെന്നൈയിലെ സംയുക്ത കർമ്മസമിതി യോഗത്തിൽ. മണ്ഡല പുനർനിർണയം 2056 വരെ മരവിപ്പിക്കണമെന്ന് MK സ്റ്റാലിൻ. പോരാട്ടം ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കാനെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി. മണ്ഡല പുനർനിർണയം BJPക്ക് വേണ്ടിയെന്ന് പിണറായി വിജയൻ. ഇടുക്കി തൊടുപുഴയിൽ കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം ഗോഡൌണിലെ മാൻഹോളിൽ നിന്ന് കണ്ടെത്തി. ബിജുവിനെ കൊന്ന് മൃതദേഹം മാൻഹോളിൽ ഒളിപ്പിച്ചുവെന്ന് പ്രതികളുടെ മൊഴി. ബിസിനസ് പങ്കാളിയും കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളും അറസ്റ്റിൽ. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്ന് സൂചന. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും ശിശുമരണം. 5.5 മാസം പ്രായമുള്ള കുട്ടി മരിച്ചു. പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണമെന്ന് പോലീസിന് റിപ്പോർട്ട്. 1 മാസത്തിനിടെ ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്നത് 2ാമത്തെ കുട്ടി. കോഴിക്കോട് താമരശ്ശേരി ഷിബില കൊലക്കേസിൽ പോലീസിനെതിരെ നടപടി. പരാതിയിൽ നടപടിയെടുക്കാത്തതിൽ ഗ്രേഡ് SIയെ സസ്പെൻഡ് ചെയ്തു. താമരശ്ശേരി പോലീസിനെതിരെ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പാരമ്പര്യ വൈദ്യൻ ഷാബ ഷെരീഫ് കൊലക്കേസിൽ 3 പ്രതികൾക്കും തടവ്. 1-ാം പ്രതി ഷൈബിന് 11 വർഷവും 2-ാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷവും ശിക്ഷ. 6-ാം പ്രതി നിഷാദിന് 3 വർഷവും തടവ്. ശിക്ഷ വിധിച്ചത് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി. നിർണായകമായത് DNA തെളിവുകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ നാളെ വിശ്വാസികൾക്ക് മുന്നിൽ. ആശുപത്രിയിലെ മട്ടുപ്പാവിൽ പോപ്പ് വിശ്വാസ സമൂഹത്തെ ആശീർവദിക്കും. വിശ്വാസികൾക്ക് മുന്നിൽ പോപ്പ് എത്തുന്നത് 5 ആഴ്ചകൾക്ക് ശേഷം.